എന്താ രാജ കൊറേ ആയാലും ഇങ്ങോട്ടൊന്നും കാണാണ്ട് കുറെ പറ്റൊക്കെ തരാനുണ്ടല്ലോ മോനെ. എന്താ ഒന്നും തരുന്ന തീർക്കാത്തത്? കൃഷ്ണേട്ടാ, ഒന്നൊന്നര ആഴ്ച ഈ പണിയൊന്നും ഇല്ലാണ്ട് കുറച്ച് സാധനം കൂടി നിങ്ങൾ ഈ തരണം. അടുത്ത ആഴ്ച ഒന്നിച്ച് പൈസ തരാൻ. നടക്കുകയല്ല രാജ, കടം തരാൻ പറ്റൂല. കുറെ പൈസ തരാനില്ലേ? നിങ്ങളൊക്കെ ഇങ്ങനെ കടം വാങ്ങി കൊണ്ടുപോയാലും ഞാൻ എന്താ ചെയ്യുക ഈ സ്ഥാപനം നടത്താൻ? ഞാൻ സാധനം വാങ്ങുന്നിടത്തിലൊക്കെ കാശ് കൊടുക്കണ്ടേ? എനക്ക് എൻ്റെ കഥ അറിയോ? ഞാൻ അണ്ണാച്ചിയോട് പൈസ വാങ്ങിയിട്ട് അത് നടത്തി കൊണ്ടുപോകുന്നത്. അണ്ണാച്ചി ആഴ്ചയിൽ വരുമ്പം പൈസ എടുത്ത് കൊടുക്കണ്ടേ? ഞാനിത് ഇടുന്ന എടുത്ത് കൊടുക്കുക. നിങ്ങളെ പോലത്തെ ആൾക്കാർ മുഴുവൻ ഇത് കടം വാങ്ങി കൊണ്ടുപോയാൽ. ഹലോ രജീഷേ, ഇഞ്ഞപ്പോഴേ വന്ന് എന്തൊക്കെയുണ്ട് വിശേഷോ? ഞാൻ വന്നിട്ട് 2-3 ദിവസമായി. നിങ്ങൾ എന്താ ഇവിടെ? ഞാൻ കുറച്ച് സാധനമൊക്കെ വാങ്ങാൻ വന്നായിരുന്നു. ഓ, 2 മാസം ഉണ്ട്. ഹലോ. ഓക്കെ ഇപ്പൊ വരാട്ടോ. ചേട്ടാ, ഒരു 500 പരിപ്പ്, 1 ബാർ സോപ്പ്, 1 ബാഗ് പപ്പടം. അല്ലോ രജീഷേ, ഇങ്ങോട്ട് ഇങ്ങോട്ട് വാന്ന് ഇവിടെ ഇല്ലേ? എന്താത്? അല്ല രജീഷേ, കൊണ്ടുപോതില്ലേ? എന്നിട്ട് മതി എനിക്ക്. ഇങ്ങോട്ട് വാ, ഇവിടെ ഇല്ലേ? എന്താ നീ കൊറേ സൈഡിൽ വന്നിട്ട്? അധികം ഒന്നായില്ല, 2 ദിവസമായിട്ടേ ഉള്ളൂ. പിന്നെന്തൊക്കെയാണ് നല്ലത്? അങ്ങനെ സ്ഥിതി ഒന്നും പറയണ്ട, ഫുള്ള് ബോംബേറും ഒക്കെയാണ്. എങ്ങനെയോ കഴിച്ചിലായി വന്നാ പോട്ടെ. നിങ്ങളെന്താ പറയുന്നത്? അവിടെ യുദ്ധം നടക്കല്ലേ? അല്ലടോ, അപ്പൊ യുദ്ധമൊക്കെ നടക്കുമ്പോ ബോംബൊക്കെ വന്ന് മേലെ വീഴും. പിന്നെ വീഴാണ്ടോ? ഞാനൊക്കെ എങ്ങനെയോ അതിന്റെ ഉള്ളിൽ കൂടെ കഴിച്ചിലായി വന്നതാ. ഒരു ദിവസേ ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോ എന്റെ റൂമിന്റെ മുറ്റത്തല്ലേ മിസൈൽ വന്ന് വീണേ. ഞെട്ടുവാണെന്ന് പോയതല്ലേ ഞാൻ. നിക്കും. അതുകൊണ്ട് എനിക്ക് എന്തായി? പിറ്റേന്ന് പണിയായി. അതെങ്ങനെയാണ് എനിക്ക് പണിയാകുക? പിറ്റേന്ന് രാവിലെ എണീച്ച് ഞാനിതൊക്കെ അടിച്ചു വരണ്ടേ? അത് ശരിയാ, ഇന്റെ ഇതൊക്കെ ഉണ്ടാകല്ലോ. അത് ശരിയാ. അപ്പൊ ഭയങ്കര സങ്കടമല്ലേ? എന്താ പറയണ്ട, എന്ത് ചെയ്യാനാ. അതോടെ ഇപ്പൊ വരാം, 5 മിനിറ്റ് സാധനം എടുത്തിട്ടുണ്ട്. ഞാൻ വൈകുന്നേരം പാർക്കിനടുത്തേ വരാം. അവിടുന്ന് കാണാൻ പറ്റും. ഓക്കെ. എന്നാ മോനെ രാജേഷേ, കാണാം. എന്നാല് പപ്പടം 1 പാക്കറ്റ് പോരെ? അതുണ്ട്. സോപ്പ്, പരിപ്പ്, ഇപ്പൊ 3 സാധനം. എന്താ മോനെ? എത്ര ആയല്ലോ കൂടി? അത് മോനെ എല്ലാം കൂടി 960. അല്ലേ 960? ഈ 500 പരിപ്പും 1 പാക്ക് പപ്പടവും സോപ്പിനും 960? ഇതെന്ത് കഥയത്? കേരളം എത്രയൊക്കെ മാറിപ്പോയോ? ഗൾഫിലൂടെ ഇത്ര വിലല്ല. ഇനി ഓന് സാധനം കൊടുക്കാൻ പറഞ്ഞല്ലേ ഒരിടത്തേക്ക് അങ്ങോട്ട് പോയത്. ഞാൻ അതുകൊണ്ടല്ലേ ഓന് സാധനം കൊടുത്തത്. നിങ്ങൾ എന്ത് വർത്താനാ പറയുന്നത്? ഞാൻ അവന് സാധനം കൊടുക്കാൻ പറഞ്ഞോ? അവന് കൊടുത്തതിന് ശേഷം മതി എന്നോ ഞാൻ പറഞ്ഞത് കൊണ്ട്. അയാളെ പൈസ ഞാൻ തരൂല്ലോ കേട്ടോ. എന്റെ പൈസ മാത്രമേ ഞാൻ തരൂ. ഇപ്പൊ എനിക്ക് മനസ്സിലായില്ലേ? പൈസ ഉള്ളപ്പോ ആൾക്കാര് ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോകും, പൈസ ഇല്ലാത്തപ്പോ ഇവിടെ കടത്തിനും വരും. അതിന്റെ ഇടയിൽ ഇങ്ങനത്തെ പറ്റിക്കുന്ന ഓരോരോ ടീമുകളും. ഇങ്ങനെ ആയാല് നാട്ടിൻ പുറത്തെ കച്ചവടക്കാർ എന്താ ചെയ്യാ?